പേരാമ്പ്രയിൽ നിർത്തിയ സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ വളരെ ചെറുപ്പമാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയുള്ളൊരു പെൺകുട്ടിയാണ്. ചിലരൊക്കെ ചോദിച്ചു ഇതെന്താ ഷാഫിയുടെ സഹോദരിയാണോ? ഞാൻ പറഞ്ഞു ഷാഫിൻ്റെ സഹോദരിയല്ല, മറിച്ച് ഷാഫിയുടെ സ്ത്രീ രൂപമെന്ന് പറഞ്ഞു. UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ നിർണായക. തുടർച്ചയായ അധികാരത്തിൽ വന്നതിൻ്റെ ഒരു അഹങ്കാരം സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ എല്ലാ നേതാക്കൾക്കും ഉണ്ടായി. ഇനിയും ഒരു 5 വർഷം, ഒരു ജീവപര്യന്തം കൂടി ജയിലിൽ കഴിയുമ്പോൾ ഒരു 5 വർഷം പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു നിരാശ ഉണ്ടാവാനിടയുണ്ട്. കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. 100 സീറ്റൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഭരിക്കാൻ ആവശ്യമായ സീറ്റുകളോടുകൂടി, ഒരു 75-82 സീറ്റുകളോടുകൂടി നിർബന്ധമായി UDF അധികാരത്തിൽ വരും. കോൺഗ്രസിന്റെ കോഴിക്കോട്ടെ മുഖമാണ് KC അബു. തെരഞ്ഞെടുപ്പ് ചൂടിലാണ്, നാദാപുരം മണ്ഡലത്തിന്റെ ചാർജാണുള്ളത്. എന്നാൽ രസകരമായ ഒട്ടേറെ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളുള്ള ഒരാളാണ് KC അബു. മാധ്യമം ഓൺലൈനുമായി അത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഇവിടെ. എത്ര വർഷമായി ഈ കോൺഗ്രസിൻ്റെയും നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെയും സജീവ ഭാഗമായിട്ട്? ഞാൻ ആദ്യമായി ഒരു ഇലക്ഷനിൽ വളരെ സജീവമായി ഇറങ്ങുന്നത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ മുസ്തഫ പൂക്കോയ തങ്ങളും V കുട്ടിക്കൃഷ്ണൻ നായരും പരസ്പരം മത്സരിച്ച 69 ഇലക്ഷനാണ്. അതിനു മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് കൊണ്ടോട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ കോഴിക്കോട്ട് നിന്ന് അവിടെ പ്രസംഗിക്കാൻ പോയ ഒരു നേതാവിൻ്റെ കൂടെ പോവുകയും ഒരു വേദിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഇലക്ഷൻ പ്രസംഗം എന്ന് പറഞ്ഞാൽ CH മുഹമ്മദ് കോയ സാഹിബിന് വേണ്ടിയാണ്. പക്ഷേ അനൗൺസ് വണ്ടിയിൽ വാഹനത്തിൽ അനൗൺസ് ചെയ്യുകയും കോർണർ യോഗങ്ങളിൽ പ്രസംഗിക്കുകയും ചെറിയ ചെറിയ പ്രസംഗങ്ങൾ ആരംഭിച്ചത് 69-ലാണ്. അതിനുശേഷം ഈശ്വര സഹായം കൊണ്ട് ഈ 73-ാമത്തെ വയസ്സിലും പൊതുയോഗങ്ങളിൽ, രാഷ്ട്രീയ യോഗങ്ങളിൽ ഞാൻ സംസാരിക്കാറുണ്ട്. കാരണം ഞാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ, വാടക കുറഞ്ഞൊരു പ്രാസംഗികനാണ്. പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കും പല വീക്ക്നെസ്സാണല്ലോ. എനിക്ക് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആവേശമാണ്. AK ആൻ്റണി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അബു മൈക്ക് കണ്ടാൽ എല്ലാം മറക്കുമെന്ന്. കാരണം ഞാൻ ഈ മുട്ട് കേൾക്കുമ്പോൾ വെളിച്ചപ്പാടറിയാതെ തുള്ളിപ്പോകും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് യോഗങ്ങൾ കാണുമ്പോൾ അതിൽ സജീവമാകാതിരിക്കാൻ, മാറി നിൽക്കാൻ ഒരു കാരണവശാലും എനിക്ക് കഴിയില്ല. ഈ പ്രഭാഷണത്തിനിടയിൽ പല പ്രയോഗങ്ങളുണ്ട്. പലതും അന്ന് ഇന്നത്തെ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമാകുന്ന കാലത്തിന് മുമ്പ് തന്നെ വലിയ പ്രചാരം നേടുന്നതാണ് ആളുകൾക്കിടയിൽ പറഞ്ഞു. അത്തരം ഓർമ്മയിൽ നിൽക്കുന്ന, ഒരുപക്ഷെ രസകരമായി ഓർക്കാവുന്ന ചിലത് പങ്കിടാവും. ഈ തെരഞ്ഞെടുപ്പ് പണ്ട് ഞാൻ കോൺഗ്രസിൽ നിന്നൊരു സ്പ്ലിറ്റുണ്ടായി, ഞങ്ങൾ വിഭാഗം കോൺഗ്രസിൽ നിന്ന് ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഒന്ന് മാറിയെന്നല്ലോ. പിന്നെ വീണ്ടും കോൺഗ്രസിലെ KK ആൻ്റണി ഉൾപ്പെടെയുള്ള ആൻ്റണിയുടെ നേതൃത്വത്തിൽ പണ്ട് കോൺഗ്രസ് എസ്സായി നിന്നവരെല്ലാവരും തന്നെ പാർട്ടിയിലേക്ക് തന്നെ ശക്തമായി തിരിച്ചു വന്നു. ആ സമയത്ത് വരാതെ ഇരുന്ന ആളുകളായിരുന്നു ഷൺമുഖദാസ്, അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ, ഇവരൊക്കെ. അപ്പോൾ അതിന് ഞാനൊരു തമാശയിൽ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ ഒരു ചീട്ട് കളിക്കാനിരുന്നാൽ കാശെല്ലാം നേടിക്കഴിഞ്ഞാലും എഴുന്നേറ്റ് പോരാൻ കഴിയില്ല. പിന്നെ നമ്മൾ എഴുന്നേറ്റ് വരിക കീശയിലുള്ള സിഗരറ്റുകൾ, തീപ്പെട്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഷർട്ടോ കഴിച്ച് അവിടെ വെച്ച് ഇപ്പം വരാം എന്ന മട്ടിലിറങ്ങിപ്പോരും. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ സമയത്ത് അവിടെ ഞങ്ങൾ വെച്ചേച്ച് പോകുന്ന തീപ്പെട്ടിയും സിഗരറ്റുമാണ് ഈ അവശേഷിക്കുന്ന ഷൺമുഖദാസും അതേപോലെ കടന്നപ്പള്ളിയും എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ സമയത്ത് പോലുള്ള തമാശകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അതിലേതെങ്കിലും പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുണ്ടോ പിന്നീട്? അത് പൊതുവേ ഞാൻ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ അതിനെ ഒരു വളരെ കാര്യമായി അവർ പോലും എടുക്കാറില്ല. അത് എൻ്റെ ഒരു രീതി എന്നുള്ള നിലയിൽ അവരത് ഉൾക്കൊള്ളാറുണ്ട്. പക്ഷെ ഒരു ഇലക്ഷനിൽ ഞാൻ ശങ്കരൻ വക്കീലിൻ്റെ ഇലക്ഷന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന സമയത്ത് വീരേന്ദ്രകുമാർ എന്ന ബാബരി മസ്ജിദ് വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ ആ സമയത്തൊരു യോഗത്തിൽ വീരേന്ദ്രകുമാർ പറഞ്ഞു,
എനിക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു മുസൽമാനായി ജനിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാനതിനെ കളിയാക്കിക്കൊണ്ട് അതിനുശേഷം നടന്ന ഒരു യോഗത്തിൽ ഞാൻ സംസാരിച്ചു. മുസ്ലിം ആവാൻ ഇനിയൊരു ജന്മത്തിനൊന്നും വീരേന്ദ്രകുമാർ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പൊന്നാനി വരെ വന്നാൽ മതി. വീരേന്ദ്രകുമാർ ആയതുകൊണ്ട് തലയിലെ മുടി എടുക്കേണ്ട ആവശ്യവുമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ തലയിൽ മുടിയില്ല. പക്ഷേ വീരേന്ദ്രകുമാർ ഞാനങ്ങനെ തമാശയായി പറഞ്ഞൊരു കാര്യമാണെങ്കിലും ഇലക്ഷനിൽ ശങ്കരൻ വക്കീൽ ജയിച്ചു. അപ്പോൾ പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ, ഇത് ശങ്കര നീ ഭയങ്കര എന്ന് പറഞ്ഞുകൊണ്ട്. അത് അങ്ങനെ ആരും പ്രതീക്ഷിച്ചല്ല വീരേന്ദ്രകുമാർ പോയി. എങ്കിലും ശങ്കരൻ വക്കീൽ ജയിച്ചു. എൻ്റെ പ്രവർത്തനം കൊണ്ടല്ല, ആ സാഹചര്യമൊക്കെ വെച്ചിട്ട് അദ്ദേഹം ജയിച്ചു. ജയിച്ചതിന് ശേഷം ഞാൻ അയാളെ എയർപോർട്ടിൽ യാത്ര അയക്കാൻ പോയി. കൂടെ എയർപോർട്ടിൽ യാത്ര അയക്കാൻ പോയപ്പോൾ വീരേന്ദ്രകുമാറും അവിടെ വിമാനത്താവളം ഡൽഹിക്കോ മറ്റോ പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എടോ എനിക്കെൻ്റെ 3 തലമുറയെക്കുറിച്ചേ അറിയുള്ളൂ, താൻ എൻ്റെ 7 തലമുറയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് കളഞ്ഞല്ലോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ചില പ്രയോഗങ്ങൾ നമ്മൾ ആർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് അവർ ചിലപ്പോൾ മറന്നുപോകും. പക്ഷെ അപ്പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ ഓർത്തോളും, മനസ്സിൽ അത് കുറിച്ച് വെക്കും. അതുപോലെ ഒരു സംഭവം ഞാൻ പ്രദീപ്കുമാറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രദീപ്കുമാർ നമ്മുടെ നടക്കാവ് മാതൃകാ സ്കൂളിലെ അതിന് അദ്ദേഹം അത് PK അഹമ്മദിൻ്റെ മകനാണ്. 10-15 കോടി രൂപ കൊടുത്തിട്ടാണ് ആ സ്കൂള് അന്തർദേശീയ തലത്തിലേക്ക് ഒപ്പുകയറുന്നത്. പക്ഷെ സമർത്ഥനായ പ്രദീപ്കുമാർ അതിൻ്റെ ചുറ്റുമതിൽ കെട്ടാൻ ചെറിയൊരു പൈസ MLA ഫണ്ടിൽ നിന്ന് കൊടുത്തു. അപ്പോൾ ഞാനതിനെ തമാശയിൽ പറഞ്ഞു, അത് ഒരാൾ ഒരാജിയാർ ഒരു ക്ഷേത്രത്തിലേക്ക് ആനയെ കൊടുക്കാൻ തീരുമാനിച്ചു. കാര്യസ്ഥൻ ബാബുവാണ്. അവനോട് ക്ഷേത്ര സമിതിക്കാർക്ക് സമ്മതമാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. അപ്പോൾ ക്ഷേത്ര സമിതിക്കാരെ ഈ കാര്യസ്ഥൻ പോയി സമീപിച്ച്, എൻ്റെ മുതലാളി ഹാജിയാർക്ക് ക്ഷേത്രത്തിൽ ഒരു ആനയെ നടയിരുത്തണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കാനാണ് എന്നെ അയച്ചത്. ക്ഷേത്ര സമിതിക്കാർ വളരെ സന്തോഷിച്ചു. ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ബാബു പറഞ്ഞു, എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്, ഹാജിയാർ നൽകുന്ന ആനയുടെ കഴുത്തിൽ എൻ്റെ വകയായ ഒരു മണി കെട്ടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? അവരോട് കൊണ്ടുവരുന്ന ആൻ്റെ കഴുത്തിലൊരു മണി ഉള്ളതിന് എന്താ ഒരു കുഴപ്പമില്ല, കെട്ടിക്കൊള്ളുന്നു. പക്ഷേ ഈ ബാബു കാര്യസ്ഥം ചെയ്തത് ഈ മണിയുടെ മുകളിൽ ബാബു വക എന്ന് 4 ഭാഗത്ത് എഴുതി വെച്ചു. അപ്പോൾ ഈ ആന വലിയ ചന്തമുള്ള ഉയരമുള്ള ആന ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആനയുടെ പുറത്ത് ആചാര്യരുടെ പേരെവിടെയില്ല. പക്ഷേ കഴുത്തിലുള്ള മണിയിൽ ബാബു വക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ 10-15 കോടി രൂപ ഈ സ്കൂളിന് വേണ്ടി ചെലവഴിച്ച ഫൈസലിൻ്റെയോ കുടുംബത്തിൻ്റെയോ പേരെവിടെയില്ല. കാര്യസ്ഥൻ ബാബു ആനയുടെ കഴുത്തിൽ കെട്ടിയ മണി പോലെയാണ് സ്കൂൾ ഗേറ്റിന് ചെറിയൊരു പൈസ കൊടുത്ത് പിച്ചള കൊണ്ട് 4 ഭാഗത്തും ബോർഡ് എഴുതി വെച്ചത് എന്ന് ഞാൻ തമാശയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രദീപ്കുമാർ അതിൽ നല്ല രീതിയിലാണ് ഉൾക്കൊണ്ടത്. പക്ഷേ എന്നാലും അദ്ദേഹം ഇപ്പോഴും അത് ഓർത്തിട്ട് പറഞ്ഞ കാര്യം അദ്ദേഹം മറന്നു, ഞാനും മറന്നു, കേട്ടവർ മറന്നു, എല്ലാം മറന്നിട്ടും അദ്ദേഹം അത് ഓർക്കാറുണ്ട്. അങ്ങനെയാണ് സംഭവം. ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ ഒരു വീട്ടിലേക്ക് മഹിളാ മാർച്ചൊക്കെ. അതെ, അത് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത് സത്യത്തിൽ അതൊരു ഞാൻ അങ്ങനെ ആലോചിച്ചൊന്നും പറഞ്ഞതല്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോഴും നടനും സംവിധായകനുമൊക്കെയായ ബാലേന്ദ്ര മേനോൻ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കതർ വസ്ത്രമൊക്കെ ധരിച്ചപ്പോൾ പിന്നെ ബാലേന്ദ്ര മേനോൻ്റെ ഒരു സിനിമയിൽ ഞാൻ ചെറുങ്ങനെ ഒരു മിന്നലാട്ടം എന്ന വണ്ണോ ഒന്ന് ചെറുതായി അഭിനയിച്ചു. അപ്പോൾ എനിക്ക് പൊതുവെ സിനിമക്കാരോടൊക്കെ ഒരു വലിയ ഭ്രമമാണ്. അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാലേന്ദ്ര മേനോൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ബാലേന്ദ്ര മേനോൻ എന്നോട് പറഞ്ഞു, ഇപ്പം ഞങ്ങളെ തമാശകൾ, സിനിമയിലെ തമാശകൾക്കൊന്നും വലിയ സ്ഥാനമില്ലാതായിരിക്കുന്നു. അതിനേക്കാളൊക്കെ വലിയ തമാശ നിങ്ങളെ രാഷ്ട്രീയക്കാരുടെ തമാശകളൊക്കെ അന്ന് പല പേരിലും TV-യിലൊക്കെ കാണാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനാണ് ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളെ സിനിമയിലെ തമാശകളെക്കാൾ നല്ല രസിക്കാൻ പറ്റുന്ന ഹ്യൂമർ പറയുന്നത് ഈ പൊളിറ്റിക്സിൽ ഓരോ സംഭവങ്ങളാണ്. പക്ഷെ അങ്ങനെ അന്നേരം എന്നോട് പറഞ്ഞു, നിയമസഭയിൽ മാണി ബില്ല് അവതരിപ്പിക്കാൻ തടസ്സമുണ്ടാക്കുന്ന ഒരു വലിയ സംഭവം നടന്നു. ആ സമയത്ത് ഷിബു ബേബി ജോൺ
ഒരു ഇടതുപക്ഷ MLA ഷിബു ബേബി ജോണിനെ തടയാൻ ശ്രമിച്ചു. അതിങ്ങനെ തമാശയായി TV-ക്കാർ അതിനെ കാണിച്ചു പറഞ്ഞു, തൊട്ടില്ല. അതായത് ഡയമണ്ട് നെക്ലേസിലെ ഫഹദ് ഫാസിലും ഈ സംയുക്ത വർമ്മയും തന്നെയാന്ന് തോന്നുന്നുണ്ട് പാടിയ ആ ഒരു പാട്ടില്ലേ, തൊട്ടു നോക്കാതെ എൻ്റെ തൊട്ടാവാടി പ്രകടനം. അതാണ് ഈ രംഗത്തിന് ബാക്ക്ഗ്രൗണ്ടായി വെച്ചത്. അപ്പോൾ ബാലേന്ദ്രമാനം പറയാണ് ആ ഫഹദും സംയുക്തയും വെച്ച സമയത്ത് വെച്ചതിനേക്കാളും കുറച്ചുകൂടി തമാശയായി ഹൃദ്യമായി തോന്നിയത് ഈ സിനിമയിലെ ഈ രംഗം കണ്ടപ്പോഴാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ, പിന്നെ ഒരു പത്രക്കാരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അവർ ഇങ്ങനെ തടയാൻ ശ്രമിച്ചു. സത്യത്തിൽ പിന്നെ അവർക്കൊരു വലിയ വിരോധമൊന്നും കണ്ടില്ല, അവർ എൻജോയ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു MLA കടിച്ച സംഭവം ഉണ്ടായല്ലോ, ശിവദാസൻ നായർ. അപ്പോൾ ശിവദാസൻ നായർ ഏതോ ഒരു വനിത MLA കടിച്ച്, പ്രായമായ അങ്ങനെ കടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കരിമ്പ് പോലെ ആരോഗ്യമുള്ള ബഷീർ അവിടെ നിയമസഭയിലുണ്ടായിരുന്നു ഇത്ര പറഞ്ഞു. പക്ഷെ അത് വലിയൊരു സ്ത്രീവിരുദ്ധ പരാമർശം ആയി അവർ പലരും കരുതി. എൻ്റെ വീട്ടിലേക്കൊക്കെ വനിതാ മാർച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വനിതാ മാർച്ച് 2 ദിവസം പിന്നെ ഞാൻ പോകുന്ന യോഗത്തിലൊക്കെ വലിയ 1-2 ദിവസം വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അന്നാണ് ഞാൻ ഈ പ്രൊട്ടക്ഷനോട് യോഗത്തിന് പോകുന്നതിൻ്റെ ഒരു മധുരം അനുഭവിച്ചത്. കാരണം നമ്മളവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പോലീസ് അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് എതിരായിട്ട് പ്രകടനം നടക്കും. എതിരായിട്ടൊരു പ്രകടനം നടന്നാൽ ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ പാർട്ടിക്കാർക്ക് ചിലപ്പോൾ എനിക്ക് അനുകൂലമായിട്ടും അവിടെ ഒരു പ്രകടനം നടത്തും. അപ്പോൾ ഒരു എതിർ പ്രകടനം, ഒരു അനുകൂല പ്രകടനം, പോലീസിൻ്റെ സാന്നിധ്യം എല്ലാം കൂടി ചെല്ലുമ്പോൾ ആ യോഗത്തിന് ഒരു അതിനു മുമ്പ് എത്രയോ യോഗത്തിൽ പോയതിനേക്കാളും ഒരു ആംബിയൻസ് ആ യോഗത്തിൽ. പക്ഷെ പെട്ടെന്ന് അത് പിൻവലിച്ചു. കാരണം പെട്ടെന്ന് രംഗം സെറ്റ് ചെയ്തു. VM സുധീരൻ ഈ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ, അത് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാൻ എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ പിന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ചെയ്തോളൂ. അതോടുകൂടി ആ സംഭവം അവസാനിച്ചു. അതൊരു ദൗർഭാഗ്യകരമായും തോന്നുന്നുണ്ടോ? അത് ദൗർഭാഗ്യകരം. ഞാൻ അങ്ങനെ പർപ്പസ്ഫുള്ളായിട്ട് അവരെ വേദനിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല. പക്ഷെ അതിനുശേഷം എൻ്റെ മക്കൾ എന്നോട് പറയാറുണ്ട്, എൻ്റെ 2 പേരും പെൺകുട്ടികളാണ്, നിങ്ങൾ പ്രസംഗിക്കാം, പക്ഷേ ഒരിക്കലും തന്നെ സ്ത്രീ വിരുദ്ധമെന്ന് തോന്നുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണം. തമാശയൊക്കെ പറയാം, പക്ഷേ ഇതൊരു വളരെ സൂക്ഷിക്കേണ്ട, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് എന്നോട് പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം തമാശയൊക്കെ പറയുന്ന കൊടുത്ത് തമാശ ഓരോ സ്റ്റേജിൽ നിന്ന് പലപ്പോഴും വന്നു പോകും. അതിൽ ഈ പറഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കണം, ആളുകൾക്ക് വലിയ ചർച്ചയാവും. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് 2026 തെരഞ്ഞെടുപ്പ്, നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പുകൾ പലതിലും നേതൃത്വം വഹിച്ചു. എങ്ങനെയാണ് കാണുന്നത്? ഇത് 10 വർഷക്കാലം UDF ഭരണത്തിൽ നിന്ന് മാറിയുന്ന തെരഞ്ഞെടുപ്പാണ്. ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ നിർണായകമാണ്. കാരണം ഞങ്ങൾ 10 വർഷം ഒരു നീണ്ട കാത്തിരിപ്പാണ്. അത് LDF-ൻ്റെ ഭരണം തുടർഭരണം ഉണ്ടാവാറില്ല. ചരിത്രത്തിലാദ്യമായി LDF-ൻ്റെ തുടർഭരണം വന്നത് പിണറായി വിജയൻ്റെ കാലത്താണ്. പക്ഷേ ഈ 10 വർഷത്തെ ഭരണം ജനങ്ങളിൽ മടുപ്പുണ്ടാക്കിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഇന്നത്തെ ഭരണത്തോട് വെറുപ്പാവുള്ളത്. ആരും സംതൃപ്തരല്ല. തുടർച്ചയായ അധികാരത്തിൽ വന്നതിൻ്റെ ഒരു അഹങ്കാരം സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ൻ്റെ എല്ലാ നേതാക്കൾക്കും ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ഞങ്ങൾ ഈ ഇലക്ഷനിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇനിയും ഒരു 5 വർഷം, ഒരു ജീവപര്യന്തം കൂടി ജയിലിൽ കഴിയുമ്പോൾ ഒരു 5 വർഷം പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അണികളും പ്രവർത്തകരുണ്ടല്ലോ, അവർക്കൊക്കെ തന്നെ കാരണം ഒരു നിരാശ ഉണ്ടാവാനിടയുണ്ട്. കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർഭരണം കൂടി വന്നാൽ അവർ ഇന്നത്തതിനേക്കാൾ വഷളാവും. ഇനി വേണ്ടത് ഒരു തിരുത്തലാണ്. പാർട്ടിയെ തന്നെ ഒന്ന് തിരുത്തുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് സച്ചിദാനന്ദനെ പോലെയുള്ള സാഹിത്യകാരന്മാർ, M.M. കാരശ്ശേരി മാഷ പോലുള്ള ആളുകൾ, നിഷ്പക്ഷമായി കാര്യങ്ങൾ, സാറാ ജോസഫിനെ പോലെയുള്ള ആളുകൾ ഒക്കെ പറഞ്ഞത് കേരളത്തിൽ ഇന്ന് CPM അധികാരത്തിൽ പുറത്തു പോകേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി തന്നെ ഒരു ആവശ്യമാണ്.
അവർക്കും അത് ഗുണമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവിൽ പക്ഷേ ഈ സർവേകളൊക്കെ പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. വലിയ 110 സീറ്റ് പണ്ട് ആന്റണിയുടെ കാലത്ത് 140 നിയോജകമണ്ഡലങ്ങളിൽ ഒരു തവണ 111 സീറ്റോടുകൂടി പിന്നെ ഉത്തരേന്ത്യ മുഴുവനും കോൺഗ്രസ് തകർന്ന് അടിഞ്ഞ സമയത്ത്, വൻമരങ്ങളെല്ലാം കടപുഴുകി വീണ സമയത്ത് കേരളത്തിൽ വലിയൊരു വിജയമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഇലക്ഷനിലൂടെ ഉണ്ടായത്. അങ്ങനെ ഒരു വിജയം ഈ ഇലക്ഷനിൽ ആരും പ്രവചിക്കുന്നില്ല. 72 സീറ്റോടു കൂടിയാണ് ഉമ്മൻചാണ്ടി കേരളത്തിലൊരു മാതൃകാ ഭരണം നടത്തിയതും ഒരുപാട് പദ്ധതികളൊക്കെ മെട്രോ ട്രെയിൻ ഉൾപ്പെടെ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെ ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ് ആയിരുന്നത്. ഭൂരിപക്ഷം കേവലം 2 ഉണ്ടായിരുന്നു. അപ്പം 100 സീറ്റൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഭരിക്കാൻ ആവശ്യമായ സീറ്റുകളോടുകൂടി ഒരു 75-82 സീറ്റുകളോടുകൂടി നിർബന്ധമായി UDF അധികാരത്തിൽ വരും. ഞങ്ങളെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കാൻ ആഗ്രഹിച്ചവരാ. കാരണം ഞങ്ങളെ പ്രായമൊക്കെ മറന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ് ഒന്ന് മത്സരിച്ചാൽ എന്താണ്, ഇത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നു കോൺഗ്രസിൻ്റെ, ആദ്യം കോൺഗ്രസിൻ്റെ. അപ്പം ഫോട്ടോ സഹിതം ആണ് പത്രത്തിൽ വാർത്ത വന്നത്. അപ്പം എൻ്റെ ഭാര്യയാണ് ആദ്യമായിട്ട് ഈ ഫോട്ടോ അടങ്ങിയ പത്രം എന്നെ കാണിച്ചത്. എൻ്റെ ഭാര്യ പറഞ്ഞത് എത്ര നല്ല കുട്ടികളെയാണ്, ചെറുപ്പക്കാരെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി വെച്ചത്, വയസ്സന്മാരാരും തന്നെ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ വയസ്സിനറിയാം എനിക്കൊക്കെ മത്സരിക്കാൻ താല്പര്യമുള്ള ആളാണ്. എന്നിട്ട് അവർ പോലും പ്രതികരണം എന്താ, നല്ല കുട്ടികളെ ചെറുപ്പക്കാരെ നിർത്തിയിരിക്കുന്നത്. അപ്പം നല്ല ചെറുപ്പക്കാരെ കോൺഗ്രസ് നടത്തി. മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെയും അവർ കടത്തി വിട്ടിരിക്കുക. അവർ പേരാമ്പ്രയിൽ നിർത്തിയ സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ വളരെ ചെറുപ്പമാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയുള്ളൊരു പെൺകുട്ടിയാണ്. അവരെ ആ ഒരു ലാൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ലോക സിനിമയിലെ പ്രിയദർശൻ്റെ മകൾ കല്യാണിയെ പോലെ, കല്യാണി ഒരു സിനിമ കൊണ്ട് സൂപ്പർ ഹീറോയിനായില്ലേ, അതുപോലെ ഈ കുട്ടി ഒരു വലിയ സംഭവമായി മാറി. ചിലരൊക്കെ ചോദിച്ചു ഇതെന്താ ഷാഫിയുടെ സഹോദരിയാണോ? ഞാൻ പറഞ്ഞു ഷാഫിൻ്റെ സഹോദരിയല്ല, മറിച്ച് ഷാഫിയുടെ സ്ത്രീ രൂപമെന്ന് പറഞ്ഞു. അപ്പം അവർ TP രാമകൃഷ്ണൻ അവിടെ ഈ ഇലക്ഷനിൽ കടപുഴകി വീഴും എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ ഒരു കാലത്ത് എൻ്റെ നേതാവായിരുന്നു. ഞാൻ അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുണ്ട്. പക്ഷേ ഈ ഒരവസ്ഥയിൽ അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. എനിക്കൊരു ഹാബിറ്റുണ്ട്, ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുണ്ട് തന്നെ ഞാനൊന്ന് മുറുക്കി കൊടുക്കും, അങ്ങ് ശീലിച്ചു പോയതാണ്. AK ശശീന്ദ്രന് പരസഹായം കൂടാതെ മുണ്ട് പോലും എടുക്കാൻ കഴിയില്ല. 2-3 പേരുടെ സഹായത്തോടെ മാത്രമേ ഒരു പ്രസംഗവേദിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയുള്ളൂ. ഇത്രയും പ്രായമായ സമയത്ത് ഒരു പുതിയ ആളുകൾക്ക് ഒരവസരം അദ്ദേഹം കൊടുക്കേണ്ടതാണ്. ഇപ്പം നമ്മളൊക്കെ, ഞാൻ സിനിമ അങ്ങ് ചേർത്ത് പോകും. ചെമ്മീൻ എന്ന സിനിമ പരീക്കുട്ടിയുടെ വേഷം ചെയ്തത് മധുവാണ്. മധു അനശ്വരമാക്കിയ ഏറ്റവും നല്ല മനോഹരമായ മലയാളത്തിന് ആദ്യമായി സ്വർണ്ണ മെഡൽ നേടുന്ന ഒരു പടമാണല്ലോ ചെമ്മീൻ. ആ ചെമ്മീൻ റീമേക്ക് ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ പരീക്കുട്ടിയുടെ വേഷം ഒരിക്കലും മധുസാർ എടുക്കരുത്. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം മാനിച്ച് അദ്ദേഹത്തിന് തോന്നുന്നു ഒന്നും കൂടി ആ കടപ്പുറത്ത് പാടുന്ന ചെങ്കൂട്ടി പാടുന്നത്, ഞാൻ അത് പറഞ്ഞിട്ട് അത് വലിയൊരു സംഭവമാണ് ആ പടം. AK ശശീന്ദ്രൻ മധുവിൽ നിന്ന് പഠിക്കാനുണ്ട്. മധുവിൽ അതുപോലെ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് ഭാരസ്ഥായത്. കോഴിക്കോട് നോർത്തിലാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരുപാട് തവണ കോർപ്പറേഷൻ മേയറായാണ്. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു റിട്ടയർമെൻറ്റ് പോലെ അദ്ദേഹത്തിനൊന്ന് കൊടുത്തു വരുന്നേ. പിന്നെയും അദ്ദേഹം പാർട്ടിയുടെ നിർബന്ധത്തിനും എന്താ അറിയില്ല, അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ്. ആ സ്ഥാനത്ത് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും കോൺഗ്രസ്സിൽ ഒരു 55 വയസ്സിന് താഴെയുള്ളവരേ ഇവിടെ മത്സരിക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നല്ല കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. അപ്പം നല്ല സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. 20 വർഷക്കാലം കോൺഗ്രസിന് 20 വർഷമായിട്ട് കോൺഗ്രസിന് കോഴിക്കോട് MLA ഇല്ല. ഞാനൊക്കെ കോളേജിൽ പഠിക്കണമെന്ന് 12 നിയോജകമണ്ഡലേ കോഴിക്കോടുള്ളൂ. അന്ന് ഞങ്ങൾക്ക് 6 MLA-മാരുണ്ടായിരുന്നു. ബാലുശ്ശേരി ഷൺവാസ്, കോഴിക്കോട് P. ശങ്കരൻ വക്കീൽ, വേപ്പൂർ മൊയ്തീന്, കൊയിലാണ്ടി നാരായണൻ നായർ, പിന്നെ കുട്ടിയാലി, ഡോക്ടർ അടിയോടി പേരാമ്പ്ര, ശ്രീ ജോൺ തിരുവമ്പാടി, 1/2 ഡസൻ MLA-മാർ കോൺഗ്രസ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു.
അത് പോയി 20 കൊല്ലമായി ഞങ്ങൾക്ക് MLA ഇല്ല. മുൻ MLA മാർ പോലും ഇല്ല. പത്മാവക്കീലും ശ്രീജോണും മരിച്ചുകൂടി മുൻ MLA മാർ പോലും ഇല്ല. മലബാറിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് കോഴിക്കോട്. കോൺഗ്രസിൻ്റെ ചരിത്രം കോഴിക്കോടിനെ മാറ്റി എഴുതാൻ കഴിയില്ല. അങ്ങനെയുള്ള കോഴിക്കോട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് പാർലമെൻറ്റിൽ സ്ഥിരമായി ജയിക്കാറുണ്ടെങ്കിലും നിയമസഭയിൽ ഒരു പ്രാതിനിധ്യമില്ലാതെ പോകുന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്നൊരു അനുഭവമായിരുന്നു. ഈ ഇലക്ഷനിൽ തീർച്ചയായും ഉറപ്പിച്ച് ഞാൻ പറയുന്നു, എനിക്ക് നാദാപുരം നിയോജകമണ്ഡലത്തിൻ്റെ ചാർജാറുണ്ട്. 7-നും 12-നും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ 50 വർഷത്തിന് ശേഷം ആദ്യമായി നാദാപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ UDF MLA ഉണ്ടാകും. അത് അഭിജിത്തായിരിക്കും. അഭിജിത്തിൻ്റെ വിജയം ഉറപ്പിക്കാം. അഭിജിത്തിൻ്റെ വിജയം മുൻകൂട്ടി പ്രവചിക്കാവുന്നതാണ്, ഒരു സംശയവും വേണ്ട. അഭിജിത്ത് എന്നുള്ളതിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ വിജയിക്കുന്നവനെന്നാണ്. കീഴടക്കുന്നവൻ എന്നുകൂടിയുണ്ട്. ഏതായാലും പേര് അച്ഛനും അമ്മയും എന്തോ അറിഞ്ഞിട്ട പേരായിരിക്കാം. നാദാപുരത്തുകാരൻ്റെ ഞങ്ങളുടെ അനുഭവത്തിൽ സംഭവിക്കാൻ പോലും വലിയ. അപ്പോൾ UDF ഭരണം ഉറപ്പ്. UDF തീർച്ചയായും കേരളത്തിൽ അധികാരത്തിൽ. ഒരു ശക്തിക്കും UDF ഇത്തവണ ഭരണത്തിൽ വരുന്നതിനെ തടഞ്ഞു നിർത്തുവാൻ കേരളത്തിൽ കഴിയില്ല. അങ്ങ് പറയുന്ന സീറ്റുകളുടെ എണ്ണം വെച്ച 100 തികയില്ല. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഞാൻ ഞങ്ങളുടെ വർക്കിനെ പോലെ തന്നെ അപ്പുറത്തുള്ള ഈ വർക്കുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ജനങ്ങളുമായൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം പ്രതിയോഗിയെ പാടെ വില കുറച്ച് വിലയിരുത്തുന്നതൊന്നും ശരിയല്ലല്ലോ. അവരൊരു നല്ലൊരു പാർട്ടിയല്ലേ, അവർക്ക് അണികളുണ്ട്. പക്ഷേ ഞങ്ങളെ ഒരു കണക്ക് പിന്നെ അവരെ അണികൾ സാറ ടീച്ചറും അതുപോലെ സച്ചിദാനന്ദനും ഒക്കെ ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അവരെ വോട്ട് പ്രതീക്ഷിക്കുക. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മാസ് പാർട്ടി MLA മാരായവരിൽ പോലും മനംമാറ്റമുണ്ടായി. അങ്ങനെ അത്തരം സ്ഥാനങ്ങളിലെത്തിയവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ധൈര്യപ്പെടാറില്ല. ഇപ്പം അവരെല്ലാം ആ മുന്നണിയൊക്കെ വിട്ട് ഞങ്ങളുടെ മുന്നണിയോടുകൂടി മത്സരിക്കുന്നു. BJPയുടെ കാൻഡിഡേറ്റ് വരെയായി ഇടതുപക്ഷത്തുള്ള ആളുകൾ വന്നിരിക്കുക. അപ്പോൾ ഒരു അനുപാതം നോക്കിയാൽ MLA മാർക്കിടയിൽ പോലും ഈ എത്ര ശതമാനം മാറ്റമുണ്ടായി. എൻ്റെ അനുപാതം ജനങ്ങളിലേക്ക് കൂടി ഉണ്ടാകാമല്ലോ. അപ്പോൾ പൊതുവെ കേരളം ആഗ്രഹിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ്. ഞങ്ങളോടുള്ള അനുഭാവത്തെക്കാൾ കൂടുതൽ ഭരിക്കുന്നവരോടുള്ള അതൃപ്തി, അതാണ് ഈ ഇലക്ഷനിൽ കാണാൻ പോകുന്നത്. ഓരോ മുന്നണിയോടുള്ള വിരോധം കൊണ്ടാണ് മറ്റു മുന്നണി കേരളത്തിൽ പരപ്പുക അധികാരത്തിൽ വന്നത്. ഇത്തവണയും തന്നെ സംഭവിക്കും. ഇതാണ് കേരളത്തിൽ ഇത്തവണയും ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും തീർച്ചയായും UDF അധികാരത്തിലേറുമെന്നുമാണ് കോൺഗ്രസിൻ്റെ കോഴിക്കോട്ടെ മുഖമായ KC അബുവിന് പറയാനുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നാദാപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നത്. അഭിജിത്ത് ജയിക്കാനായി ജയിച്ചവൻ തന്നെയാണെന്നും പറഞ്ഞു വെക്കുന്നു.